ഹലോ നമസ്കാരം. മഴത്തോരു മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. വളരെയധികം സംഭവബഹുലമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. അതായത് അലീനയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഒരു അനന്തരഫലം നമ്മുടെ രാജീവും ശിവനും അനുഭവിക്കുന്നുണ്ട്. അതെന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കണേ. അങ്ങനെ ശിവനും രാജീവനും കൂടി അലീനയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ മനു ആണ് ഒരു ദൂതനെ പോലെ രക്ഷകനായിട്ട് അലീനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും അലീനയെ രക്ഷിക്കുന്നത് മനു ആണ്. മനു രക്ഷിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ സമയത്ത് മനു രാജീവനോടും ശിവനോടും വളരെ കടുത്ത ഭാഷയിൽ തന്നെ നല്ലത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണ് കൊച്ചച്ഛനാണ് എന്നൊന്നും നോക്കാതെ നന്നായിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ട്. ഇതിൻ്റെ അനന്തരഫലം നിങ്ങൾ എന്താണെങ്കിലും അനുഭവിച്ചേ മതിയാകൂ. ഇനി അങ്കിൾ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും. കാരണം അച്ഛനാണെന്നോ കൊച്ചച്ഛനാണെന്നോ എന്ന പരിഗണന ഞാൻ നൽകില്ല. കാരണം അലീനയ്ക്ക് നേരെ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി അതിക്രൂരമായ പ്രവൃത്തിയാണ് എന്നൊക്കെ മനു അവരുടെ അടുത്ത് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറേ വാദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനുവിൻ്റെ അടുത്ത് അതൊന്നും വില പോകുന്നില്ല. അങ്ങനെ അലീനയാണെങ്കിലും അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ എന്നോട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ഒരിക്കൽ നിങ്ങളൊക്കെ ഖേദിക്കും. അന്ന് നിങ്ങളൊക്കെ ഒരുപാട് വിഷമിക്കും. എന്നോട് മാപ്പ് പറയാനായിട്ട് നിങ്ങൾ വരും എന്നൊക്കെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ മനു സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അലീന പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരി തന്നെയാണ്. നിങ്ങൾ ഒരിക്കൽ ഈ ചെയ്ത പ്രവൃത്തിയൊക്കെ ഓർത്തിട്ട്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പുന്നാര പെങ്ങളുണ്ടല്ലോ വൈജയന്തി, ആ വൈജയന്തി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഖേദിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ എന്താണ് സംഭവം എന്നൊന്നും ഒരിക്കലും മനസ്സിലാവുന്നില്ല. കാരണം അവർ മനസ്സിലാക്കാനുള്ള കാര്യമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ വൈജയന്തിയുടെ കുഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അവർ ചിന്തിക്കുന്നേ ഇല്ല. ഗംഗാധരൻ ചിന്തിക്കാൻ കാരണം ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് ബാലചന്ദ്രൻ ഗംഗാധരനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ഗംഗാധരൻ വീട്ടിൽ വന്ന സമയത്ത് അലീനയെ കാണുകയും അലീനയുടെ ഏജ് മനസ്സിലാക്കുകയും തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലാണ് വളർന്നത് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ എല്ലാ കണക്ഷനും കൂടി കൂട്ടി വായിച്ചിട്ടാണ് ഗംഗാധരൻ അലീനയാണ് ആ കുട്ടി എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്നും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ലൂ ഇവർക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ. പക്ഷേ ഇവർ രണ്ടുപേരും അലീനയും മനുവും തന്നെ നല്ല ഭാഷയിൽ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് മനു കടപ്പാട്ടൂരിലേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും കൃഷ്ണമോളും ഒക്കെ കാത്തിരിക്കുക കേട്ടോ. ആകെ ഭയന്നിരിക്കുകയാണ്. പോലീസിൽ പരാതി കൊടുക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അലീനയും കൂട്ടിയിട്ട് മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അലീനയെ കണ്ടത്, മോളെ നീ എവിടെയായിരുന്നു, എന്താ നിനക്ക് പറ്റിയത്, ഒരുപാട് വിഷമിപ്പിച്ച് കളഞ്ഞല്ലോ, ഞങ്ങളൊക്കെ പേടിച്ചു പോയി എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതുപോലെ കൃഷ്ണമോളാണെങ്കിലും ചേച്ചി ഞങ്ങളെ വിഷമിപ്പിച്ചല്ലോ, ചേച്ചി എവിടെയായിരുന്നു, ചേച്ചിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവിൻ്റെ അടുത്ത് അലീന ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുവേട്ടാ തൽക്കാലം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ, ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല അലീന, നീ ഒന്നും പറയണ്ട, പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം, നീ അതുകൊണ്ട് പേടിക്കേണ്ട, യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നുണ്ട് മനു. പക്ഷേ ആ കാറിൽ പോകുന്ന സമയത്ത് അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല മനുവേട്ടാ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അല്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അതോർത്ത് നീ വിഷമിക്കേണ്ട, ഇതിന് തക്ക മറുപടി അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ അവർ ഇനിയും ഇതുപോലെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കും. അപ്പോൾ അതിനു മുൻപ് അവരെ തടഞ്ഞേ പറ്റുള്ളൂ. അതിന് അങ്കിളിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക തന്നെ വേണം എന്ന് മനു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വീട്ടിലെത്തുന്ന സമയത്ത് അലീനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അലീന ഇങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട് അലീനയോട്, നീ പോയി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കുടിക്കുകയോ കഴിക്കുക എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് മനു പറ്റിയത്, അവൾ എവിടേക്കാണ് പോയത്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ വാ ഞാൻ പറയാം, കൃഷ്ണയെ നീ പോയി ചേച്ചിക്ക് കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണയെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ കൂട്ടിയിട്ട് മനു പറയുന്നുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട് അങ്കിൾ, അലീനയെ കാണാതായത് വെറുതെ ഒന്നുമല്ല, അലീനയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയേക്കായിരുന്നു എന്ന് പറയണം. ആ സമയത്ത് ബാലചന്ദ്രൻ ആകെ ഷോക്കാകുന്നുണ്ട്. കിഡ്നാപ്പ് ചെയ്യേ, ആര്, എന്തിന് എന്ന് ചോദിക്കുകയാണേ. അത് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനും കൊച്ചച്ഛനും കൂടി തന്നെയാണ് ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുന്നത്. കൂട്ടിന് എൻ്റെ അനുജൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട്, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അതാരാ, ആ അങ്കിളിൻ്റെ മോൻ തന്നെ, അല്ലാതെ വേറെ ആരാ, ഇവരെല്ലാവരും കൂടെ ഒത്ത് കളിച്ചിട്ട് അലീനയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയേക്കായിരുന്നു. നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു, ഞാൻ എത്തിയത് കൊണ്ട് അലീനയെ എനിക്ക് രക്ഷിക്കാൻ പറ്റി, അല്ലെങ്കിൽ അലീന ഇവിടെ നിന്ന് കടത്തി കളഞ്ഞേനെ അവർ എന്ന് പറയാണ്.
അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് അങ്കിൾ എന്താണെങ്കിലും അലീനയുടെ പുറകെ അന്വേഷിച്ച് ചെല്ലത്തില്ലല്ലോ. കാരണം ആൻറ്റി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അലീനയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടത്തി കളഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. രണ്ടുപേരും നാട് വിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അങ്കിളിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനും പറ്റത്തില്ല, അലീനയുടെ പുറകെ പോകാനും പറ്റത്തില്ല. അങ്ങനെ അലീന എന്ന അധ്യായം അടഞ്ഞു പോകുമെന്ന് അവർ കരുതി. മണ്ടത്തരമാണ് അവർ കാണിച്ചതെന്ന് അവർക്കറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇതെല്ലാം കൂടി കേട്ടിട്ട് ബാലചന്ദ്രനെ അങ്ങോട്ട് തല്ല പെരുക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, ഇത് എന്താണെങ്കിലും ഞാനൊരു ഇഷ്യൂ ഉണ്ടാക്കും, ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇനി ഇത് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഒരുപാട് അവർ എൻ്റെ മോളോട്, എൻ്റെ അലീനയോട് അവർ ഒരുപാട് ദ്രോഹം ചെയ്തു, പക്ഷേ ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല, ഇതിന് നല്ല മറുപടി എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്കിൾ അത്രയ്ക്കൊക്കെ വേണോ, വേറെ എന്തെങ്കിലും പോകും വഴി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മനു, എനിക്കിത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇനിയും ഞാനിത് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തടയാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ, എന്തെങ്കിലും വലിയ സംഭവങ്ങൾ അവരുണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു കേസിൽ അവർക്ക് ഞാൻ നല്ല പണി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ബാലചന്ദ്രൻ ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണം എന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാണ് അച്ഛാ എന്ന് പറയുമ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറയണം. അച്ഛാ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്, എന്തിനാ പോകുന്നതെന്നോ, നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇനിയും പരാതി കൊടുക്കാതെ കേസാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ വെറും വിഡ്ഢിയാണോ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ, അച്ഛാ വേണ്ടച്ഛാ, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതല്ലേ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ, ആർക്ക് ഉറപ്പ് തരാൻ പറ്റും ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്ന്. അപ്പോൾ മനു ഒന്ന് അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ട് ബാലചന്ദ്രനെ. പക്ഷേ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം അലീനയോട് ചെയ്ത ആ ദ്രോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലുതാണ്. അതുകൊണ്ട് മനു വല്ലാണ്ടൊന്നും പറയുന്നില്ല. എന്നാലും പോലീസ് കേസൊക്കെ ആകുമ്പോൾ അതും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഒരു മാനക്കേടല്ലേ എന്ന് ഓർത്തിട്ട് മനു പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മനു, ഞാൻ പുറകോട്ടില്ല, അവർക്ക് രണ്ട് കിട്ട് തന്നെ വേണം, ഇതിൽ ഞാൻ പുറകോട്ട് നിൽക്കത്തില്ല. കാരണം ഇനിയും ഞാൻ പുറകോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഇത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ സാരമില്ല, ഭാര്യയുടെ ആങ്ങളമാരല്ലേ അളിയന്മാരല്ലേ എന്നൊക്കെ കരുതി, ബന്ധുക്കളല്ലേ എന്നൊക്കെ കരുതി ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവരുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ഒരുപക്ഷെ ഞാൻ അറിയുന്നതിന് മുൻപ് തന്നെ അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. നാളെ എന്താണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക തന്നെ വേണം. നീ നിർബന്ധമായും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ. നീ എൻ്റെ മകളായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്, അറിയാലോ നിനക്ക് എന്ന് പറയുന്നുണ്ട് അലീനയോട്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ടെങ്കിലും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, നാളെ നമുക്ക് ഒരുമിച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ റൂമിലേക്ക് കിടക്കാനായിട്ട് പോവാണ്. അതേപോലെ അലീനയും കൃഷ്ണമോളും കൂടെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മനു പറയുന്നുണ്ട്, സാരമില്ല, ഇനി എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം, എന്താണെങ്കിലും എൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെ അല്ലേ, അവർക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാണ്, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. മനുവേട്ട എനിക്ക് ആകെ പേടിയാവുന്നു, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, താനിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട, എന്താണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റിയല്ലോ, അവർ നിന്നെ ദേഹോപദ്രവം ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മനുവേട്ട, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നാട് കടത്താൻ നോക്കിയത്, പക്ഷേ ഒരാൾ എന്നെ ദേഹോപദ്രവം ചെയ്തു, എന്നെ തല്ലി എന്ന് പറയണം. ആരാണത് എന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരാണ് മനുവേട്ടൻ്റെ അനുജൻ തന്നെയാണ് എന്നെ തല്ലിയത്, ഞാൻ അന്ന് കൊടുത്ത ആ തല്ലിന് പകരമായിട്ട് എന്നെ തല്ലിയതാണ് എന്ന് പറയുമ്പോൾ, അവനുള്ളത് ഞാൻ കൊടുത്തോളാം, അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട, എന്ത് കാര്യത്തിനും ഞാനുണ്ട് തൻ്റെ കൂടെ, ഒരിക്കലും ഞാൻ തന്നെ വിട്ട് കളയില്ല എന്ന് മനു വാക്ക് കൊടുക്കുന്നുണ്ട്. അലീനയുടെ കൈ പിടിച്ചുകൊണ്ടിട്ട്. അപ്പോൾ ആ കൃഷ്ണയും ഉണ്ട് ആ സമയത്ത് അവിടെ. കൃഷ്ണ ഉണ്ടെന്നുള്ളതൊന്നും അവർ നോക്കുന്നില്ല. അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനു പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയ്ക്കും അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ്. അലീനയെ മനുവേട്ടൻ ഇങ്ങനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവർ തമ്മിൽ നല്ല മാച്ചാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത കൃഷ്ണമോളുടെ മനസ്സിലൂടെയും കടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു അലീനയോടും കൃഷ്ണയോടും യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അലീനയും കൃഷ്ണമോളും കൂടെ അലീന കിടക്കുന്ന റൂമിൽ തന്നെ ആ താഴെയായിട്ടോ കിടക്കുന്നത്. കൃഷ്ണൻ പറയുന്നുണ്ട്, ചേച്ചി വാ നമുക്ക് എൻ്റെ റൂമിൽ കിടക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട മോളെ, അങ്ങോട്ടേക്കുള്ള എൻട്രി എനിക്ക് ആയിട്ടില്ല, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കാൻ യോഗ്യതയുള്ളത് എന്ന് പറയുന്നുണ്ട്. അല്ല ചേച്ചി വാ, ചേച്ചി എൻ്റെ ചേച്ചിയല്ലേ, എൻ്റെ കൂടെ വാ, നമുക്ക് അവിടെ കിടക്കാം എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് തന്നെ, മുത്തശ്ശി കിടന്ന റൂമിലേക്ക് തന്നെ താഴെ തന്നെ പോയി കിടക്കുകയാണ് അലീന. അപ്പോൾ കൃഷ്ണമോളും അവിടെ തന്നെ പോയി കിടക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണമോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി, മനുവേട്ടന് ചേച്ചിയോട് ഭയങ്കര സ്നേഹമാണല്ലേ, ചേച്ചിക്കും അങ്ങനെ തന്നെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ അതെ, അതിനെന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല ശരിക്കും ചേച്ചിക്ക് മനുവേട്ടനെ ഇഷ്ടമാണോ?
എനിക്കിഷ്ടമാണല്ലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ, എല്ലാവരെയും ഇഷ്ടമാണല്ലോ, മനുവേട്ടനെ ഇഷ്ടം. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ചേച്ചിക്ക് മനുവേട്ടനോട് ലവ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒന്ന് പോടി അവിടുന്ന്, എനിക്കറിയാം എന്നെ ഒളിക്കൊന്നും വേണ്ട, മനുവേട്ടന് അലീന ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. മനുവേട്ടൻ പാവാട്ടോ ചേച്ചി, ചേച്ചിക്ക് നന്നായിട്ട് ചേരും, മനുവേട്ടന് ചേച്ചി നന്നായിട്ട് ചേരും, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. മനുവേട്ടൻ പറഞ്ഞതൊക്കെ ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു, ഒരിക്കലും മനുവേട്ടൻ കൈവിട്ട് കളയത്തില്ല, എന്നും കൂടെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്. എന്താ അതിനർത്ഥം? ചേച്ചി എന്നും മനുവേട്ടൻ്റെ കൂടെ വേണമെന്നാണ് മനുവേട്ടൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃഷ്ണ പറയുമ്പോൾ, ഒന്ന് പോടി അവിടുന്ന്, അവൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കാന്ന് അലീന നാണത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. കണ്ടോ ചേച്ചിയുടെ ഒരു നാണം, ഈ ചേച്ചി പെണ്ണ് ഇങ്ങനെ നാണിക്കുന്നത് കാണാൻ എന്ത് രസമാണ്, ഒന്ന് പോയേ, ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ, നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാ എന്ന് അലീന പറയുമ്പോൾ, ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും തട്ടിക്കൊണ്ടുപോവോ എന്ന് ചോദിക്കുകയാണ് കൃഷ്ണ. ഇനി അതൊന്നും ഉണ്ടാവത്തില്ല. അല്ല ചേച്ചി, നാളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നല്ലേ അച്ഛൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതാണ് മോളെ എന്നെയും വിഷമിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ കേസും വഴക്കൊക്കെ ആയിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ എന്ന് പറയണം. എന്തായാലും അച്ഛൻ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ കിടന്നുറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് നമ്മുടെ രാജീവും ശിവേട്ടനും കൂടെ. ഈ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവരുടെ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഗോവർദ്ധൻ ഉണ്ടായിരുന്നു. ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ വന്നില്ലേ എന്ന്. ഇല്ല വന്നില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, അയാളിതെന്താ തോന്നിയ സമയത്തൊക്കെ ആണല്ലോ വരുന്നത്, അയാളുടെ ഭാര്യയല്ലേ ഇവിടെ കിടക്കുന്നത്, ആ ഒരു വിചാരം പോലും അയാൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ബാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഹോട്ടൽ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കല്ലേ നിങ്ങളുടെ മെയിൻ പരിപാടി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഗോവർദ്ധൻ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ആകെ പേടിയാണ്, ബാലചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേട്ടോ, കൂടെ അലീനയും ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർക്ക് ആകെ പേടിയാവണം, എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ട് മുന്നിൽ നടന്നു വരുന്നുണ്ട്, കൂടെ അലീനയും വരുന്നുണ്ട്. അങ്ങനെ അവരുടെ മുന്നിലെത്തിയതും ബാലചന്ദ്രൻ രാജീവിനെയും ശിവരനൊക്കെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ എന്ത് മറുപടി പറയും, ബാലചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഒന്നും അറിയാത്തത് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് 2 പോലീസുകാർ കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അവരെ കണ്ടതും രാജീവും ശിവേട്ടനും കൂടി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ അലീനയുടെയും ബാലചന്ദ്രൻ്റെ അടുത്തായിട്ട് 2 പോലീസുകാർ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പോലീസുകാരോട് പറയുന്നുണ്ട്, സാർ ഇനി ഇവളോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്, ഇവളെ ആരാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് അലീനയോട് ചോദിക്കാം എന്ന് പറയുന്ന ആ സമയത്ത് അലീന, അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അപ്പോൾ രാജീവിനെയും ശിവനെയും അറസ്റ്റ് ചെയ്യാനായിട്ടാണ് പോലീസിനെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരാകെ പെട്ടുപോവാണ്, കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബാലചന്ദ്ര താൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നോ, നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത്, ഞാനൊന്നും അറിയില്ല എന്ന് കരുതിയോ, എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകാനും അവളെ ഭീഷണിപ്പെടുത്താനും നാട് കടത്താനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നിട്ടുള്ളത്? അതും ഒരു പെൺകുട്ടിയെ പട്ടാപകൽ തട്ടിക്കൊണ്ടു പോവുക, തടങ്കലിൽ പാർപ്പിക്കുക, കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഭീഷണിപ്പെടുത്തുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇതെല്ലാം ചേർത്ത് വകുപ്പുകൾ കുറേ ഉണ്ടെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഗോവർദ്ധനും ആകെ ഷോക്കായിട്ട് നിൽക്കണം. ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുപോലെ സുലോചനയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കണം. അപ്പോൾ പോലീസുകാർ അലീനയോട് ചോദിക്കുന്നുണ്ട്, കുട്ടി എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പറയാൻ മടി കാണിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്, എന്നെ നോക്കണ്ട, എന്താ ഉണ്ടായതെന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് ഒരു ഓട്ടോയിൽ കയറി, ആ ഓട്ടോയിൽ കയറിയ സമയത്ത് ഞാൻ ആ ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഓട്ടോക്കാരൻ ഒരു കാറിനെടുത്ത് കൊണ്ടുപോയി നിർത്തിയതും അവിടെ നിന്ന് ഇവരെല്ലാവരും കൂടി തന്നെ തട്ടിക്കൊണ്ടുപോയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അലീന പോലീസുകാരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇവരാകെ ഷോക്കായി നിൽക്കണം. ഒരിക്കലും ഇങ്ങനെ ഒരു പോലീസ് കേസ് ആകുമെന്നോ ഒന്നും ഇവർ വിചാരിച്ചില്ല കേട്ടോ. അത് ഇവർക്ക് കൂടുതൽ മാനക്കേടാവുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് കേസായപ്പോൾ. അപ്പോൾ അലീന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടല്ലോ സാർ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാനും മാത്രം ഇവർക്ക് ആരാണ് അധികാരം
പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ളത്. പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുക, ഇതിലും വലിയ കേസ് എന്താണുള്ളത്? അപ്പോൾ രാജീവും ശിവേട്ടനും ഇങ്ങനെ ഷോക്കായിട്ട്, ബാലേന്ദ്ര നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അലീനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ? വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തിനാണ് അലീനയെ തട്ടിക്കൊണ്ടുപോയത്? തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സ്ത്രീ പീഡനം തന്നെയാണ്, അല്ലാതെ അതല്ലാതെ ആവുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോലീസുകാരാണെങ്കിലും പറയുന്നത് അതെ, അതൊരു സ്ത്രീ പീഡനം തന്നെയാണ്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോവുകയും തടങ്കലിൽ പാർപ്പിക്കുകയും ദേഹോപദ്രവം ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് കേസ് വളരെ വലുതാണ്. എന്തായാലും രണ്ടാളും കുറേ നാളത്തേക്ക് അകത്ത് പോയി കിടക്കാം. നിങ്ങളൊക്കെ ഗൾഫിലും ഓസ്ട്രേലിയയിലൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്കൊന്നും ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനേ പറ്റത്തില്ല എന്ന് പോലീസുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച്, ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കൂ ബാലേന്ദ്ര, അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഒന്നും ബാലചന്ദ്രൻ അതിനെ കൂട്ടാക്കുന്നേ ഇല്ല. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല, ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് അതിൽ നടപടി എടുക്കണം എന്ന് തന്നെ പറയാണ്. അപ്പോൾ അങ്ങനെ പോലീസുകാർ രാജീവിനെയും ശിവനെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗംഗേട്ടനെ കണ്ടപ്പോൾ രാജീവും ശിവനും കൂടെ ഓടി ചെല്ലുന്നത്, ഗംഗേട്ട നോക്കിയ ബാലചന്ദ്രൻ ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്കുകയാണ്, കള്ള കേസ് കൊടുപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്യിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗംഗാധരനോട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മുന്നിലിട്ടുകൊണ്ട് തന്നെ ഗംഗാധരൻ രാജീവിൻ്റെ കവിളിൽ നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. രാജീവൻ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാകെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്താ പറയുക, ചെവിയിൽ നിന്നും തലയിൽ നിന്നും എവിടെ നിന്നൊക്കെയോ കിളികൾ പറന്നു പോകുന്നത് പോലെ, പൊന്നീച്ച പറക്കുന്ന പോലെയൊക്കെയാണ്. അത്രയും ശക്തമായിട്ടാണ് ഗംഗാധരൻ രാജീവിനെ അടിച്ചത്. നീയൊക്കെ എന്താടാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നിൻ്റെയൊക്കെ ഗുണ്ടായിസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇത്? അതൊക്കെ നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി കാണിക്കണം, ഇവിടെ വന്ന് നീ ഗുണ്ടായിസം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജീവിനോട് ഭയങ്കരമായിട്ട് വഴക്ക് വരുമ്പോൾ ഗംഗേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? എന്തിനാ രാജീവിനെ തല്ലിയത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഗംഗേട്ടൻ അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാടാ, നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ശിവേട്ടനോടും ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. ശിവേട്ടനെ തല്ലുന്നൊന്നുമില്ല കേട്ടോ, രാജീവിനെയാണ് തല്ലിയിട്ടുള്ളത്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ എന്ത് നടന്നാലും ഗംഗേട്ടന് ഒരു കുഴപ്പമില്ലല്ലോ, നമ്മുടെ വൈജിയാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്, അതിന് കാരണക്കാരാരാണ്? ദേ ഇയാളും ഇയാളുടെ ഈ പുന്നാര അവിഹിത മോളും, ഇവർ രണ്ടുപേരുമാണ് കാരണക്കാർ എന്ന് പറയുമ്പോൾ, നീ ഒന്ന് വായടിച്ചിരിക്കുക ശിവ, നിങ്ങൾ കാര്യം അറിയാതെ ആട്ടം കാണുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല, മര്യാദക്ക് അലീനയോടും ബാലചന്ദ്രനോടും മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം സോൾവ് ആക്കിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിടും, ഞാനും ഇവർക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കും, ഇവർക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയുമെന്ന് ഗംഗാധരൻ പറയണം. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ അപമാന ഭാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ വീണ്ടും പറയുന്നുണ്ട് ബാലചന്ദ്രനോട് മാപ്പ് പറയാൻ, കാല് പിടിച്ച് ബാലചന്ദ്രനോട് മാപ്പ് പറയാൻ പറയണ രാജീവിന്. കാരണം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗാധരനെ കുറച്ച് മാനക്കേടാണല്ലോ. അപ്പോൾ അത് കാരണം തന്നെയാണ് അവരെ കൊണ്ട് മാപ്പ് പറയിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം അവർക്ക് അറിയാത്തത് കൊണ്ടാണല്ലോ. ആ ഒരു പരിഗണനയും ഗംഗാധരൻ ഇവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി പോലീസ് കേസ് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട ഗംഗേട്ടാ, ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അവരിനി മാപ്പ് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഈ കേസ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ, നീ ഒന്ന് ക്ഷമിക്ക് ബാലചന്ദ്ര, ഈ ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ക്ഷമിക്ക്, ഇനി ഒരിക്കലും ഇവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യത്തില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, അത് എൻ്റെ ഉറപ്പാണ്, ഇനി ഒരിക്കലും ഇവരങ്ങനെ ചെയ്യത്തില്ല, എടാ മാപ്പ് പറയടാ, ബാലചന്ദ്രനോടും ഈ അലീനയോടും നീ മാപ്പ് പറയണം എന്ന് പറയണം രാജീവനോടും ശിവനോടും. അപ്പം മനസ്സോടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ വന്നിട്ട് മാപ്പ് എന്ന് മാത്രം പറയണം രാജീവൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്നും അലീനയെ ഉപദ്രവിക്കില്ല എന്നും അതുപോലെ ചെയ്ത തെറ്റുകൾക്കൊക്കെ നിരുപാധികം വിട്ടയക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കണം എന്ന് പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ രാജീവൻ ബാലചന്ദ്രനോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. അതുപോലെ ശിവനും പറയുന്നുണ്ട്, ബാലേന്ദ്ര അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയതാണ്, നീ ക്ഷമിച്ചേക്ക് എന്ന് മാത്രം പറയണം ശിവനും. അതിനുശേഷം ഗംഗാധരൻ പറയുന്നുണ്ട്, അവരോട് മാത്രമല്ല നീ പറയേണ്ടത്, അലീനയോടും കൂടി മാപ്പ് പറയണം എന്ന് പറയണം. അപ്പോൾ അലീനയുടെ മുന്നിൽ മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിന് തുല്യമാണ്, അത്രയും കൊച്ചായി പോവില്ലേ, അതും ഒരു പീറ പെണ്ണിൻ്റെ മുന്നിൽ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കണം. ബാലചന്ദ്രൻ ആ സമയത്ത് പറയുന്നുണ്ട്, എന്നോടല്ല നിങ്ങൾ ശരിക്കും മാപ്പ് പറയേണ്ടത്, നിങ്ങൾ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടത് അലീനയോടാണ്, അല്ലാതെ എന്നോടല്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ രാജീവും ശിവനും കൂടെ ക്ഷമിക്കും മോളെ, അറിയാതെ പറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് എന്ന് ശിവേട്ടൻ അലീനയോട് പറയുന്നുണ്ട്, വിട്ട് കളഞ്ഞേക്ക്, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ, അയ്യോ വേണ്ട, എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട എന്ന് അലീന പറയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചതല്ല, ഞാൻ നിങ്ങളെയൊക്കെ എൻ്റെ സ്വന്തം ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുള്ളത്, എൻ്റെ സ്വന്തം അങ്കിൾമാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്,
ഉള്ളത് എന്നൊക്കെ അലീന പറയുമ്പോൾ രാജീവിന് ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറാട്ടോ. അത് ബാലചന്ദ്രനും അതുപോലെ മനുവും ഗംഗേട്ടനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, രാജീവ നിൻ്റെ ദേഷ്യമൊക്കെ അടക്കി വെച്ചോ, മര്യാദക്ക് അലീനയോട് നീ മാപ്പ് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ രാജീവൻ വീണ്ടും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഗംഗേട്ടൻ പറയുന്നുണ്ട്, മാപ്പ് പറഞ്ഞേക്ക്, ഇതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവിടെ കാല് പിടിച്ചിട്ടായിരിക്കും മാപ്പ് പറയാൻ പോകുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ രാജീവൻ പറയുന്നുണ്ട്, സോറി ഇനി ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് രാജീവൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഗംഗേട്ടൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേന്ദ്ര ഈ ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് ഈ കേസ് ഒന്ന് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ടൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ ഒറ്റ തവണ ക്ഷമിക്കണം, ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ പെരുമാറ്റം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ അവരോട് പോലീസ് ഓഫീസറോട് പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങളല്ലല്ലോ, ഇവളല്ലേ, ഈ പെൺകുട്ടിയല്ലേ പരാതി തന്നത്, അവളാണ് പരാതി പിൻവലിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ബന്ധുക്കളാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് എന്തോ ഒരു ഇങ്ങനെ പ്രശ്നത്തിൻ്റെ പേരിലാണ്, എന്തോ ഒരു കാര്യം അറിയാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി, അതുകൊണ്ട് മാത്രം ഞങ്ങളിത് വിട്ടേക്കാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന അവരോട് പറയുന്നുണ്ട്, എനിക്ക് പരാതിയില്ല സാർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പരാതി പിൻവലിക്കുകയാണ് ഗംഗേട്ടൻ്റെ നിർദ്ദേശപ്രകാരം. പിന്നീട് ശിവനെയും രാജീവിനെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ റൂമിലേക്ക്, വീട്ടിലേക്കല്ല അവർ താമസിക്കുന്ന റൂമിലേക്ക് ഗംഗേട്ടൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഗംഗേട്ടനോട് രണ്ടുപേരും നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്തൊക്കെ ഗംഗേട്ടൻ വളരെ കൂളായി നിന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ തല്ലിയതിന് ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നോട് സോറി ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ നിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്. ശിവനോടും പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അയാൾ വൈജയുടെ എല്ലാ ചരിത്രങ്ങളും അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതും അയാളും ചെയ്തതും അതുപോലെ തന്നെയല്ലേ, അയാൾക്കും ഇതുപോലെ ഒരു പ്രവൃത്തിയിൽ ഒരു മകളുണ്ടായില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്, ബാലചന്ദ്രനെ നിങ്ങൾക്ക് അറിയാത്തതാണോ, അയാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, പിന്നെ അയാൾക്ക് ഇങ്ങനെ മകളുണ്ടായി എന്ന് പറയുമ്പോൾ അത് അയാളുടെ മകളല്ല, അത് ബാലചന്ദ്രൻ്റെ മകളല്ല, വൈജയന്തി 23 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ജന്മം നൽകിയ മകളാണ് അലീന എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് രാജീവനും ശിവനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വേറെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.